പക്ഷേ വയനാട് മേപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം. പുത്തുമല സ്വദേശി ജെസ്സിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോഴാണ് സംഭവം. വന്യജീവി ആക്രമണങ്ങളുടെ അതിൽ മനുഷ്യനഷ്ടങ്ങളുടെ ജീവനാശങ്ങളുടെ സ്കൂട്ടർ എടുത്ത് വരുന്ന സമയത്താണ് ഈ കാശ്മീരിൻ്റെയും കള്ളാടിൻ്റെ ഇടയിലുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ വലിയ ജനവാസം ഒന്നുള്ള സ്ഥലമല്ല, കുറഞ്ഞ സ്പേസുള്ള സ്ഥലമല്ല. പക്ഷേ അവിടുത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ അവിടെ റേഞ്ച് പ്രോബ്ലം ഉള്ള സ്ഥലമാണ്. പിന്നെ അതുപോലെ ഒരു വശം കുഴിയും ഒരു വശം വലിയ കുന്നുകളായിട്ടാണ്. അപ്പോൾ ഓടി കയറാൻ കഴിയില്ല. അപ്പോൾ അപ്രതീക്ഷിതമായി ഈ വളവ് തിരിഞ്ഞ് വരുന്ന വഴിക്കാണ് ഒരു ആന രണ്ട് ആനകളുടെ മുമ്പിൽ പെടുകയുണ്ടായത്. അതിൽ ഒരു ആന മാത്രം ഇവരെ നേരെ പാഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. അപ്പോൾ അവർ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി നിലത്തിട്ടുകൊണ്ട് തിരിഞ്ഞ് ഓടുമ്പോഴാണ് പുറകിൽ നിന്ന് ഈ സ്ത്രീയെ, ഈ ചേച്ചീനെ ആന പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. റോഡ് മുറിച്ചു കിടക്കായിരുന്ന കാട്ടാനയുടെ മുന്നിൽ സ്കൂട്ടർ എത്തിയ ദമ്പതികൾ പെട്ടുപോകുമായിരുന്നു. രാവിലെ 6 മണിയോടെ ജോലിക്ക് പോകുന്നതിനിടയിലാണ് ഈ കള്ളാടി ചൂണ്ടിയിൽ വെച്ച് അപ്രതീക്ഷിതമായി കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റ ജെസ്സി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് രാവിലെ ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോഴാണ് സംഭവം ഉണ്ടായത്. കാട്ടാനാക്രമണത്തിൽ വനം വകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററോട് വനം മന്ത്രി ഷിബു ബേബി ജോൺ റിപ്പോർട്ട് തേടുകയും ചെയ്തു. റാപ്പിഡ് റിയാക്ഷൻ വേണം എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. അങ്ങനെ ഇന്ന് രാവിലെ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ രാവിലെ തന്നെ ധരിപ്പിച്ചു. അത് കഴിഞ്ഞ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടവരവിടെ എത്തിയിട്ടുണ്ട്. അതിന് ശേഷമുള്ള ആക്ഷൻ ടേക്കൻ റിപ്പോർട്ട് എനിക്ക് വന്നിട്ടില്ല. അതിനിയും തുടർന്ന് വരത്തേ ഉള്ളൂ. എവിടെ ആനിമൽ സൈറ്റിംഗ് ഉണ്ടോ, ജനവാസ മേഖലകളുണ്ടെങ്കിൽ അന്നേരം എന്നെ അറിയിക്കണമെന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഉദ്യോഗസ്ഥർ എന്ത് റിയാക്ട് ചെയ്തു എന്നുള്ളത് പിന്നാലെ റിപ്പോർട്ട് വരുന്നതായിരിക്കും. ഇതിനൊരു ശാശ്വത പരിഹാരം 3 തട്ടിലായിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ പ്ലാൻ ചെയ്തേക്കുന്നത്. 100 ദിന പരിപാടിയായി ഇത് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതിന് ഒരു ദിവസം കൊണ്ടൊരു പരിഹാരമില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് ഈ മേഖലയിൽ തന്നെയാണ്, പരിഹാരം കാണാൻ തന്നെയാണ്. ജെസ്സിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറുമെന്ന് സൗത്ത് വയനാട് DFO ആഷിഖ് അലി പ്രതികരിച്ചു. കുടുംബത്തിലെ ആശ്രിതരിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകുമെന്നും DFO പറഞ്ഞു. വല്ലപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ സ്ഥിരം നമ്മളെ വാച്ചുണ്ട്. ആന ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ RRT ടീം എത്തിയിട്ട് അവിടെ അവരെ ആനയെ ഓടിച്ചു വിടാറുള്ളതാണ്. ഇത് ഒരു സ്ഥിരമാകാൻ സാധ്യതയില്ല. കാര്യം ഇതൊരു ആക്സിഡൻ്റാണ്. അബദ്ധവശാൽ മുമ്പിൽ പെട്ടുകൊണ്ടുകൊണ്ട് ഒരു ആക്സിഡൻ്റാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഒരു ഫുൾ ടൈം അവിടെ ഒരു വിജിലൻസ് വരുത്തുന്നതാണ്. RRT ടീമിനെ അങ്ങോട്ട് നിയോഗിക്കുന്നതാണ്. സാമ്പത്തിക സമയം നമ്മൾ 10 ലക്ഷം രൂപ വനംവകുപ്പ് കൊടുക്കുന്നതാണ്. 4 ലക്ഷം രൂപ DDMA കൊടുക്കുന്നതാണ്. വനംവകുപ്പ് കൊടുക്കുന്ന 10 ലക്ഷത്തിലെ 5 ലക്ഷം നമ്മൾ ഇന്ന് തന്നെ അവരെ വീട്ടിലെത്തിച്ച് കൊടുക്കുന്നതാണ്. ബാക്കിയുള്ള നടപടിക്ക് വേണ്ടി 10,000 രൂപ വേറെ നമ്മൾ കൊടുക്കുന്നതാണ്. അത് ഇന്ന് തന്നെ കൊടുക്കുന്നതാണ്. നമ്മൾ താൽക്കാലിക ജോലിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.